പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ വാർഷിക തിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാളിൻ്റെ 6-ാമത്തെ ദിവസമാണ് നമ്മളെത്തി നിൽക്കുക. ഇന്നത്തെ ദിവസം മറിയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് മുതിർന്നവർക്കൊരു ആശ്വാസമാണ് മറിയം. പ്രായാധിക്യത്തിലുള്ളവർക്ക് സമാധാനവും, അവർക്ക് മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം ഒരു വലിയ ഉന്നതമായ ദൈവിക സാന്നിധ്യവുമാണ്. നമുക്ക് മുതിർന്നവരെ പ്രത്യേകമായി സമർപ്പിക്കാം. മറിയം ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പക്വതയുള്ള ഒരു മകളെപ്പോലെ ദൈവത്തിന് മുമ്പിൽ നിന്നുകൊടുത്തു. നമുക്കും ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈ തീർത്ഥാടനം നടത്തുമ്പോൾ ആരും ഒന്നും പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ നല്ല പക്വതയോടുകൂടെ ദൈവത്തിനു മുമ്പിലായിരിക്കുവാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണത്തിൽ സന്തോഷിക്കുന്ന അങ്ങ് വിശ്വാസികൾ ഈ അമ്മയുടെ വാത്സല്യപൂർവകമായ മാധ്യസ്ഥ്യത്താൽ ഭൂമിയിലെ സകല തിന്മകളിൽ നിന്ന് മോചിതരാകാനും സ്വർഗത്തിൽ നിത്യാനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നതിനും അർഹരാകുവാനും അനുഗ്രഹിക്കണമേ.
അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറക്കായകയാൽ അവർ കാറ്റിലുലയും, കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. വളർച്ചയെത്തും മുമ്പേ ശാഖകൾ ഒടിഞ്ഞു പോകും. കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല, ഒന്നിനും ഉപയുക്തവുമല്ല. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും. വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല, മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി. കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു, അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സമൂഹിക്കപ്പെട്ടു. തിന്മ അവൻ്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ, വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സമൂഹിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ജനതകൾ കണ്ടു, പക്ഷേ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തു പാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ശാന്തശീലർ ഭൂമി കൈവശമാക്കും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ശാന്തശീലർ ഭൂമി കൈവശമാക്കും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ശാന്തശീലർ ഭൂമി കൈവശമാക്കും. കർത്താവിൻ്റെ മുമ്പിൽ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ശാന്തശീലർ ഭൂമി കൈവശമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജെറൂസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ
അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവൻ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ വിഭാഗം മനുഷ്യരെ നമ്മളിങ്ങനെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ വെച്ച് തുടങ്ങി, യുവാക്കളെ വെച്ച് തുടർന്നു, പിന്നെ കുടുംബജീവിതം, ഒറ്റയ്ക്കായിരിക്കുന്നവരെ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, അതിനെക്കുറിച്ചൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ഇന്ന് നമ്മൾ മുതിർന്നവരെ, നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അവർക്ക് മാതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം, മാധ്യസ്ഥ്യം അവർക്കുണ്ടാകട്ടെ. ചില മക്കൾ മാതാപിതാക്കളുടെ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് അവരിവിടെ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ ഇങ്ങനെ സംസാരിക്കാൻ ശേഷി നഷ്ടപ്പെട്ടു പോയ, മൂക്കിലൊക്കെ ട്യൂബൊക്കെ ഇട്ടൊരു അമ്മയെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവർ കുമ്പസാരിക്കാൻ വന്നു, സംസാരിക്കാൻ പറ്റുകയില്ല. ഇപ്പം പേപ്പറിൽ എഴുതിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് അത്തരക്കാർ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരണമെന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇടവകയിലെ വൈദികരം. കാരണം ഇത്തരം ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ മുതിർന്നവർക്ക് ചിലപ്പോൾ ഈ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് ക്രൗഡിലേക്ക് വരുമ്പോൾ. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം ആഗ്രഹമൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ വിവേകം ഉണ്ടാകണം. പിന്നെ കൂടുതൽ ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ ഗുരുതരമാകാതെ നോക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ആഗ്രഹം പൂർത്തീകരിക്കുന്നവരുണ്ട്, കൊള്ളാം, അത്രയും നല്ല കാര്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്. പക്ഷെ വിവേകത്തോടുകൂടി ചെയ്യുക. അപ്പോൾ പ്രായാധിക്യത്തെ ബഹുമാനിക്കുക. നമ്മുടെ നാട്ടിൽ ഒത്തിരി നിയമങ്ങളുണ്ട്, ഇല്ലേ? ദേശീയ പതാകയെ ബഹുമാനിക്കണം, ദേശീയഗാനത്തെ ബഹുമാനിക്കണം. അങ്ങനെ ലംഘിച്ചാൽ ശിക്ഷ ലഭിക്കുന്ന നിയമങ്ങളുണ്ട്. എന്നാൽ ചില നിയമങ്ങൾ അത് ആളുകൾ പൊതുവായി മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, പക്ഷെ അടിച്ചേൽപ്പിച്ചിട്ടില്ലാത്ത ഒത്തിരി നിയമങ്ങളുണ്ട്. അതിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 നിയമങ്ങളാണ്. മാതാപിതാക്കൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. മാതാപിതാക്കൾ കൊടുക്കാതെ നാട്ടുകാർ കൊടുക്കുമോ? അപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇനി മാതാപിതാക്കൾ കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഇനി
മക്കളുടെ കടമ എന്താണ്? മുതിർന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഇതെവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? ഇത് പൊതുവായൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു കാര്യമാണ്. ഇനി മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യാൻ ചിലപ്പോൾ വരണമെന്നില്ല. ചില വ്യക്തികൾ ഇപ്പോഴത്തെ മീഡിയയൊക്കെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഈ കാലയളവിൽ മീഡിയയിലൂടെ മാതാപിതാക്കളെയൊക്കെ അവരോട് അനീതിയോടെ പെരുമാറുന്ന മക്കളുടെ വീഡിയോ ഒക്കെ എടുത്ത് വൈറലാക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആളുകളൊക്കെ പേടിച്ച് ചിലപ്പോൾ അതൊക്കെ ചെയ്യും. പക്ഷേ ഇത് അടിച്ചേൽപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്, കടമയാണ്. നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിച്ചിട്ടില്ല, നമ്മുടെ കടമയാണ്. അപ്പോൾ ഈ യൗസേപ്പിതാവും മാതാവും ഈശോയെ സമർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കുക. ദേവാലയത്തിൽ 40-ാം ദിവസം നമ്മൾ ജപമാലയിൽ സന്തോഷകരമായ രഹസ്യങ്ങളിൽ 4-ാമത്തെ രഹസ്യമാണ് നമ്മളത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കാൻ കൊണ്ടുവന്നു. അതൊരു രീതിയാണ്, അത് ഒരു കീഴ്വഴക്കമാണ്. മക്കളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനകൾ പഠിപ്പിക്കുക, ദൈവത്തിന് മുമ്പിൽ പ്രതിഷ്ഠിക്കുക, അവർക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുക. അത് ദൈവത്തിന് മുമ്പിലുള്ള കടമയാണ്. വിവാഹ സമയത്ത് നിനക്ക് ഞാൻ നൽകുന്ന മക്കളെ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്താൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചപ്പോൾ സന്നദ്ധരാണ് എന്ന് ആളുകളുടെ മുന്നേ വെച്ച് സഭയുടെ മുൻപാകെ ബോധിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അത് ഒരു കടമയാണ് നമ്മൾ. അപ്പോൾ ഇത് മാതാവും യൗസേപ്പിതാവും കൂടി ആ കടമ നിർവഹിക്കാൻ ഇവിടെ ഈ സുവിശേഷ ഭാഗത്തിൽ അതിന് മുൻപും പിൻപും ഒക്കെ ആയിട്ട് പലതവണ പറയുന്ന കാര്യമാണ്. അത് ലൂക്കായുടെ സുവിശേഷം 2-22 വാക്യം, മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനോ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ഇനിയും 27-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ, ലൂക്ക 2:27, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ഇനി 39-ാമത്തെ വാക്യത്തിൽ ലൂക്ക 2:39, കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീല നസറത്തിലേക്ക് മടങ്ങി. അപ്പം നിയമങ്ങൾ പാലിക്കുക എന്നത് അത് നമ്മുടെ കടമയാണ്. അത് മുതിർന്നവരോടുള്ള കടമ എന്നതുപോലെ തന്നെ നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു പക്വതയോടുകൂടെ പെരുമാറുക എന്നത്. പക്വതയോടുകൂടെ പെരുമാറുക, മുതിർന്നവരെ പോലെ ആകുക. ഈ 7-ാം തീയതി ഒരു വിശുദ്ധൻ നമുക്കുണ്ടാവുകയാണ്, വിശുദ്ധ കാർലോ അക്കൂത്തീസ്. അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു പോയത്. 1991 ജനിച്ച 2006 മരണപ്പെട്ട വെറും 15 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞ് 4 വയസ്സുള്ളപ്പോൾ തൻ്റെ അമ്മയുടെ അമ്മ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു, സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. ആ അമ്മയുടെ അമ്മ നല്ല പരിശീലനം കൊടുത്തു. അപ്പനും അമ്മയ്ക്കും അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അന്റോണിയ എന്ന് ഈ വിശുദ്ധൻ്റെ അമ്മ പറയുകയാണ്, ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്തും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്തും വിശുദ്ധ വിവാഹത്തിൻ്റെ സമയത്തും മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞിൻ്റെ മാതൃക കണ്ടിട്ടാണ് ഈ മാതാപിതാക്കൾ പോലും, അപ്പനും മെച്ചമായിരുന്നില്ല, ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ രണ്ടുപേരും, ആന്ത്രേയ അന്റോണിയ, അവർ രണ്ടുപേരും പിന്നെ ഈ മകൻ്റെ മാതൃകയിൽ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ മുതിർന്നവരെ പോലെ പെരുമാറേണ്ട, ഒരു കൊച്ചിൻ്റെ മുമ്പിൽ മുതിർന്നവരെ പോലെ ആകണം. അപ്പോൾ യൗസേപ്പിതാവും മാതാവും ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുവന്നത്, അത് ഒരു വചനം ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 6-36 വാക്യം, ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്, നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്നവർ, അവർ ദൈവാനുഭവം കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും കുറച്ചുകൂടി ജ്ഞാനമുള്ളവരായിരിക്കും. അപ്പോൾ അപ്പനും അമ്മയൊക്കെ കാണിക്കാൻ കൊണ്ടുപോവുക, അവധിക്കാലമാകുമ്പോൾ മക്കളെയൊക്കെ അപ്പനും അമ്മയുടെ അടുക്കൽ കൊണ്ടുപോവുക, അവരുടെ ശിക്ഷണത്തിൽ കുറച്ച് നാൾ അവരെ വളർത്തുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചുമക്കളെയൊക്കെ മുതിർന്ന മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക, അത് നമ്മുടെ കടമയാണ്. നമ്മുടെ നാട്ടിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. മുതിർന്നവരെ കണ്ടാൽ, അപ്പൻ്റെയോ അമ്മയുടെയോ മാതാപിതാക്കളെ കണ്ടാൽ
അവർ കൊച്ചുമക്കൾ സ്തുതി കൊടുക്കണം, ചെന്ന് കണ്ട് ഉടനെ സ്തുതി കൊടുക്കണം. ഇത് നമ്മുടെ ഒരു രീതിയാണ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെയാണ് പറയുന്നത്. ഗുഡ് മോർണിംഗ്. യൂറോപ്പിലൊരു പ്രസിദ്ധമായ രാജ്യം ജർമ്മനിയിലെ ബവേറിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റിൽ ആളുകൾ കുറച്ചുകൂടി കേരളം പോലെ ഇങ്ങനെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അതിന് തുല്യമായ ഒരു പ്രയോഗത്തിൽ പരസ്പരം വിഷ് ചെയ്യുന്നൊരു രാജ്യമാണ്. അവിടെ നിന്നാണ് ബെനഡിക്റ്റ് പാപ്പ ഉണ്ടായത്, ഈ ബവേറിയ എന്ന സ്റ്റേറ്റ്. മറ്റു സ്റ്റേറ്റുകളിലൊന്നും അങ്ങനെയില്ല. അവിടെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുള്ളൂ. അതിന് പറയുന്ന ഈശോയ്ക്ക് ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഗ്രൂസ്കോട്ട് എന്ന് പറയും. അവർ പരസ്പരം കാണുമ്പോൾ ഗ്രൂസ്കോട്ട്. മറ്റു സ്ഥലങ്ങളിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷയിൽ ഗുട്ടൻ മോർഗൻ അങ്ങനെ പറയുള്ളൂ. പക്ഷേ ബവേറിയ എന്ന സ്റ്റേറ്റിൽ, അത് കേരളം പോലെ അങ്ങനെ ഒരു സ്റ്റേറ്റാണ്. കുറച്ചുകൂടി മതാത്മകമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഈ ഗ്രൂസ്കോട്ട് എന്ന് പറയും. അപ്പോൾ നമുക്കുള്ളൊരു കാര്യമാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രിയപുത്രൻ യേശു. ഗ്രീക്ക് ഭാഷയിൽ യേശു, ഹെബ്രായ ഭാഷയിൽ ഈശോ. അപ്പം യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അത് ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തോസ്, അഭിഷിക്തൻ. മിശിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീബ്രു ഭാഷയിൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഈശോ എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചത്? പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് അയച്ചത്. അപ്പോൾ നമ്മൾ ഒരാളുടെ മുൻപിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, നിനക്ക് വേണ്ടി മരിക്കാനായിട്ട് വന്ന ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോ മിശിഹായ്ക്ക് നിന്നിലൂടെ സ്തുതി ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നല്ലൊരു കീഴ്വഴക്കമല്ലേ? എന്നിട്ട് എന്തേ അത് പറയാത്തത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയണ്ടേ? അത് കൈമോശം വരുത്താൻ പാടില്ല. മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. ഗുഡ് മോർണിംഗ് അല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ്. ഇനി ഇംഗ്ലീഷാണ് ഇഷ്ടമെങ്കിൽ പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അത് നമ്മൾ കൈമോശം വരുത്തരുത്. അപ്പം ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കൊച്ചിന് മാതാപിതാക്കളും ജ്ഞാനസ്നാന പിതാക്കളും പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ കൊടുത്തു. കൊച്ചിന് കുറച്ച് അറിവാകുമ്പോൾ ഏജ് ഓഫ് റീസൺ അന്ന് അങ്ങനെ പറയുന്നത്, അറിവിൻ്റെ പ്രായമാകുമ്പോൾ, അത് 10 പിയൂസ് പാപ്പയാണ് 12 വയസ്സിലാണ് ആദ്യ കുർബാന സ്വീകരണം കൊടുത്തിരുന്നത്. അത് കുറച്ചുകൂടി താഴേക്ക് വെച്ചത് അത് 10 പിയൂസ് പാപ്പയാണ്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അവർക്കത് അറിവുണ്ടാകണം. കുറച്ചുകൂടി അറിവായപ്പോൾ അത് ഈശോയാണ് എന്ന് അറിവുള്ള സമയത്താണ് നമ്മളത് കൊടുത്തത്, ആദ്യ കുംഭസാരവും. ഇനി 13 ലാറ്റിൻ ക്രമത്തിൽ 13 വയസ്സാകുമ്പോഴാണ് സ്ഥൈര്യലേപനം. 13 വയസ്സ് നിർബന്ധമാണ്. അപ്പം പരിശുദ്ധാത്മാവിന് സ്ഥൈര്യലേപനം കൊടുക്കുന്നു. നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശ. അപ്പോൾ ഇതൊന്നും പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഇനി അതും കഴിഞ്ഞ് കുറേ കൂടി വലുതായി കഴിയുമ്പോഴാണ് വിവാഹമെന്ന കൂദാശ കൊടുക്കുന്നത്. വിവാഹമെന്ന കൂദാശയുടെ സമയത്താണ് അവസാനമായിട്ട് നമസ്കാരം കേൾപ്പിക്കുന്നത്. പിന്നീട് ഒരിക്കലും അച്ഛനോ ആരും ചോദിക്കില്ല വിശ്വാസ പ്രമാണം, മനസ്താപ്രകരണം, ഇങ്ങനെ പ്രാർത്ഥനകളൊന്നും ചോദിക്കില്ല. നിനക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സഭ വിചാരിക്കുന്നത് നിനക്കറിയാമെന്നാണ്. അതാണ് അത്രയും പക്വതയുള്ളവർക്ക് ഏൽപ്പിക്കുന്ന ഒരു കടമയാണ് കുടുംബജീവിതം. അപ്പോൾ കുടുംബജീവിതത്തിൽ നമ്മൾ പക്വതയോടുകൂടി പെരുമാറണം. ഞാനിങ്ങനെ മനസ്സിലാക്കിയാണ്, ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ കുറേ പേരും ഇങ്ങനെ അതിൻ്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് വരും. ചിലപ്പോൾ ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ചെറിയ പ്രായത്തിലൊന്നും അങ്ങനെ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കുറച്ചുകൂടി അവരുടെ വളർച്ചയുടെ അവരുടെ ജീവിത വഴികളിൽ അവരതിൻ്റെ പീക്ക് പോയിന്റിൽ എത്തുന്നത് ഒരു 50നോട് അടുക്കുമ്പോഴാണ്. കാരണം അങ്ങനെ 50ഒക്കെ ആകുമ്പോഴാണ് പള്ളിയോട് സേവനം ചെയ്യണമെന്നുള്ള, പള്ളിക്ക് സേവനം ചെയ്യണം, ശ്രമദാനങ്ങൾ ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുന്നത്, നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അതിനുമ്പൊക്കെ ചിലപ്പോൾ അത്ര നല്ല ബന്ധങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ എപ്പോഴൊക്കെ വഴക്കിടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി അങ്ങനെ ആകുമ്പോൾ വഴക്കൊക്കെ മാറി കുറച്ചുകൂടി നല്ല ബന്ധങ്ങളുണ്ടാകും. നല്ല ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കപ്പെടുന്നതും അങ്ങനെ കുറച്ചങ്ങനെ മുതിർന്ന് കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ നമ്മൾ കുറേ അങ്ങ് മൂത്തിട്ട് ഒരു പാകമായിട്ടില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വയസ്സൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് പാകമായിട്ടില്ല, പെരുമാറാറിയില്ല,
നിയമങ്ങൾ പാലിക്കണമെന്നറിയില്ല, എല്ലാം തെറ്റിച്ചിങ്ങനെ നടക്കുക. മക്കളെങ്ങനെ വളർത്തണമെന്നറിയില്ല. മക്കളോട് എടാ മകനെ നീ പള്ളിപ്പോ എന്ന് പറയുന്ന അപ്പൻ പള്ളി പോകുന്നില്ല. അപ്പം പിന്നെ എങ്ങനെ? അപ്പോൾ ഒരു അമ്മയോട് അമ്മ പറഞ്ഞു, മകളോട് പറഞ്ഞു, മകളെ നീ പോയി കുമ്പസാരിക്കെന്ന് പറഞ്ഞു. അപ്പോൾ മകള് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, അമ്മ ആദ്യം പോയി കുമ്പസാരിക്കുക. കാരണം അമ്മ കുമ്പസാരിച്ചിട്ട് 5 വർഷമായി. അമ്മ കുമ്പസാരിച്ചിട്ട് 5 വർഷം, അതെനിക്കറിയാം. അമ്മ പോയി ആദ്യം കുമ്പസാരിക്കുക, എന്നിട്ട് എന്നോട് പറയും. അങ്ങനെ അപ്പം കുറേ അങ്ങ് മൂത്തിട്ടും പാകമാകാത്ത കുറേ മനുഷ്യരുണ്ട്. നമ്മൾ തന്നെ വിചിന്തനം ചെയ്യണം. ഞാനങ്ങ് കുറേ മൂത്തു, പക്ഷേ എനിക്ക് പാകമായിട്ടില്ല, എനിക്കൊരു പാകത വന്നിട്ടില്ല. ഇത് മറിയത്തെ ഒന്ന് ധ്യാനിച്ച്, മറിയത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ പറ്റിയില്ല. ഇനി ഒരു മുതിർന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് മറിയം പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ല, മാതാവിൻ്റെ ഈ ഒരു ക്വാളിറ്റി ചെറിയ പ്രായത്തിൽ തന്നെ, അതാണ് നമ്മളെ വിശുദ്ധ കാർലോയുടെ ഗുണമതാണ്. വിശുദ്ധരിലൊക്കെ കണ്ടിരുന്ന ഒരു ഗുണമതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക. നമുക്കിപ്പോഴും പള്ളി പോകണമെന്നറിയില്ല, മുതിർന്നു, പക്ഷെ ഞായറാഴ്ച പള്ളി പോകാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇനി നമ്മളങ്ങനെ കുറേ മൂത്തിട്ടും നമുക്ക് നമ്മുടെ സിലബസ് എന്താ? കത്തോലിക്ക സഭയുടെ കത്തോലിക്ക വിശ്വാസ പരിശീലനം എന്നൊരു കോഴ്സിലാണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്ക വിശ്വാസ പരിശീലനം, അത് മരണം വരെ ഉണ്ട് ആ കോഴ്സ്. ആ കോഴ്സിൻ്റെ സിലബസ് എന്താ? ആ കോഴ്സിൻ്റെ സിലബസ് ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരിക്കുക, കൂടെ കൂടെ കുമ്പസാരിക്കുക, കൽപ്പനകൾ പാലിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, പഠിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസ പരിശീലനത്തിൻ്റെ സിലബസ്. എന്നിട്ട് മുതിർന്നിട്ടും നമുക്ക് ഈ സിലബസിൻ്റെ അപ്പുറമുള്ള സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനല്ലേ നമുക്ക് താല്പര്യം? ചരട് കെട്ടാനും തൂവാല വാങ്ങിച്ചു കെട്ടാനും താക്കോലിട്ട് പൂട്ടാനും ഒക്കെ നമുക്കൊരു പക്വത വന്നിട്ടില്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോഴൊരു പാകത വന്നിട്ടില്ല. എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈശോയുടെ മാതാപിതാക്കളായ യൗസേപ്പ് പിതാവും മാതാവും അവർ ഈശോയെ വളർത്തണം. അവരാണ് ഈശോയെ വളർത്തേണ്ടത്. ഈ അന്നായ്ക്കും ശിമയോനും ഇന്ന് കണ്ട മുതിർന്നവർ, ദേവാലയത്തിൽ കണ്ട മുതിർന്നവർ, അവർക്ക് അനുഗ്രഹിക്കാനേ പറ്റൂ. അവർക്ക് വളർത്താൻ പറ്റില്ല, അവർക്ക് അനുഗ്രഹിക്കാനേ പറ്റൂ. അവരനുഗ്രഹിക്കും, അവർ ചിലവ് പ്രാർത്ഥിക്കും, അവർക്ക് അനുഗ്രഹിക്കാനേ പറ്റൂ, അവർക്ക് വളർത്താൻ പറ്റില്ല. വളർത്തേണ്ടത് മാതാപിതാക്കളാണ്. ഒരു വാഴയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. വാഴ കുലച്ചു, നല്ല കുലയ്ക്ക് നല്ല ഭാരമുണ്ട്. അപ്പോൾ വാഴപ്പഴം അത് പാകമാകുന്നത് വരെ വാഴ അങ്ങനെ തന്നെ നിൽക്കണ്ടേ? കുലയ്ക്ക് ഭാരമാണെന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്കിത് താങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് വാഴ ഒടിഞ്ഞു വീഴാൻ നോക്കിയാലോ? പഴം പാകമാകുമോ? ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ വാഴ ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഇങ്ങനെ മുട്ട് വെച്ച് കെട്ടും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ചരടുകളൊക്കെ വലിച്ചു കെട്ടും. വാഴത്തോപ്പിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വന്നാൽ വീഴാതിരിക്കത്തില്ല. അങ്ങനെ ഈ ശിമയോനും അന്നായും ചില മുട്ടുപോലെ നിന്നുകൊടുത്തിട്ടേ ഉള്ളൂ. മതാധ്യാപകർ, വൈദികർ, അവർ ചില മുട്ടുപോലെ നിന്നുകൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ വീഴാതെ നോക്കേണ്ടത് വാഴയുടെ കടമയല്ലേ? വാഴ വീണു പോയാൽ ആ പഴം പാകമാകാതെ പോകുകയല്ലേ? അപ്പം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, മക്കൾ വിശ്വാസ പരിശീലനം കൊടുക്കുക, അത് നമ്മുടെ കടമയാണ്. വാഴപ്പഴം മൂക്കാതെ അത് വാഴ വീണു പോയാൽ പിന്നെ പഴം കൊള്ളുകയില്ല, ആ വാഴപ്പഴം ഉപയോഗിക്കാൻ പറ്റാതെ ആവും. അപ്പോൾ വീഴാതെ നോക്കേണ്ടതും അത് നമ്മുടെ കടമയാണ്. പാകമാകുന്നത് വരെ മുതിർന്നവരെ പോലെ ആകുക, മുതിർന്നവരെ പോലെ പക്വതയോടുകൂടെ പെരുമാറുക. നിയമങ്ങൾ പാലിക്കണമെന്ന് നമ്മൾ കർക്കശ്യം പിടിക്കുമ്പോൾ നമ്മൾ നിയമങ്ങൾ പാലിക്കണ്ടേ? കത്തോലിക്ക സഭയുടെ ശൈലി നമ്മൾ ഫോളോ ചെയ്യണ്ടേ? മുതിർന്നവരെ പോലെ ആകുക. മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുമ്പോൾ മുതിർന്നവരെ പോലെ ആകാനും നമ്മൾ പരിശ്രമിക്കണം. അത് ശരീരത്തിലല്ല, പ്രായത്തിലല്ല, അത് പെരുമാറ്റത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ മുതിർന്നവരെ പോലെ ആകാൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ്യം നമുക്കുണ്ടാകട്ടെ. സ്നേഹത്തിലും ഭക്തിയിലും ഈശോയെ നീ വളർത്തി,
വിധേയത്വമേകി വിവേകമേകി ഈശോയെ നീ നടത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ നന്മയിലെന്നെയും നടത്തേണമേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. പരിശുദ്ധമ്മ നമ്മൾ ഒത്തിരി പഠിപ്പിക്കട്ടെ. ആമേൻ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, ഈ ജീവിതം ഇന്നു യാഗമേകാൻ. അൾത്താരമുന്നിലായിടുന്നു എൻ ജീവനേ, എൻ ജീവനാഥ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ. അൾത്താരമുന്നിലായിടുന്നു എൻ ജീവനേ, എൻ ജീവനാഥ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിനും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ കന്യകാമറിയത്തിൽ ജനിച്ച അങ്ങേകജാതൻ്റെ ഈ ബലി വഴി ഞങ്ങളെ പവിത്രീകരിക്കണമേ. ഈ അർപ്പണം ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അവിടുന്ന് നവജന്മം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്തങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ
സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സാധിക്കുന്നത് പോലെ നമുക്ക് മുട്ടുമെന്ന് നിൽക്കാം. ഈ കാഴ്ച വസ്തുക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളുടെ മേൽ, നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ, നമ്മളിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ മേൽ കർത്താവെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ,
അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ
പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ കൂദാശയാൽ നവീകൃതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്മരണാദരപൂർവ്വം ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിന്റെ ഫലം നിത്യമായി അനുഭവിക്കുവാൻ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കൂടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു